ഇങ്ങനെ വെള്ളമൊക്കെ കാണുമ്പോൾ ചാടണം എന്ന് തോന്നും, ചാടി മരിക്കണം എന്നൊക്കെ ചിലപ്പോൾ തോന്നും. അത്രയും അടിപൊളി ഈ സ്ഥലമുള്ള. പക്ഷെ ഓ മൈ ഗോഡ്, ഫസ്റ്റ് കൂടാണത്. അല്ലെങ്കിൽ സ്കെൽട്ടൻ, അഴുകിയ സ്കെൽട്ടൻ. നിങ്ങളാദ്യമായിട്ട് കാണണം, ഞാൻ ആദ്യമായിട്ട് കാണണം ഒരു ബോട്ട് ഇറക്കണത്. ഒന്നും കാണില്ല. കഴിഞ്ഞ തീരുമാനം എനിക്ക് തോന്നുന്നത് അവിടെ ഡ്രോൺ നിന്ന് പരുന്ത് കൊണ്ടുപോകും. ആൻസറിനില്ലാത്ത ഡ്രോൺ. താഴെ നിന്ന് എന്തൊക്കെ കാണിച്ചിട്ടും താഴെ വന്നില്ല, ഒട്ടും ആൻസറിനില്ല. 2 മാസം കിട്ടിട്ടുണ്ട്. ഇതെന്റെ പോയി എടുക്കണില്ല, ഇത് ഞാൻ എല്ലാവരോടും പറയും. കുറേ നേരം താങ്ക് യു കിട്ടി. താങ്ക് യു. മാതിരി വെയിലെന്ന് വെച്ചാൽ പൊള്ളിപ്പോണ വെയിലാണ്. ആ സമയത്ത് ഈ ചായ തരാൻ കാണിച്ച സ്നേഹം. ബോട്ടിൻ്റെ അടിയിൽ ഊട്ടിരുന്നു കഴിച്ചു. എന്തിനാണോ ഇങ്ങനെ ഊട്ടിരുന്നത് ഇവരുദ്ദേശിക്കണത്? ഇവര് തമ്മിൽ ഇടിക്കോ, കൂട്ടിയിടിക്കോ? നിങ്ങൾ ഉമ്മക്കാൻ പോണേനാണോ? ജീവിതത്തിൽ എന്തിനോ പറ്റി കനത്ത ചിന്തയിലാണ്. കുഞ്ഞു വള്ളിയും വെച്ച് വലിച്ചാണ് ഈ വലിയ ബോട്ടിനെ കയറ്റുന്നത്. ഇത് ഞങ്ങൾ ഇങ്ങനെ തന്നെ പറത്തി കൊണ്ടുപോയിട്ട് നമ്മൾ ബാക്കി ബീച്ചിലെത്തി ഗൈസ്. ഇവിടെ നിന്ന് വീണ്ടും ഇതാണ് ആ ബോട്ട്. യെസ്, നമ്മുടെ ബോട്ട് നമ്മുടെ ഒപ്പം തന്നെ എത്തി. ഈ ബോട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോണതും തിരിച്ചു വന്ന വീഡിയോ കൂടെ എടുത്തിട്ടാണ് നമുക്ക് വീട്ടിൽ പോവാൻ. We are here to shoot a drone video of that boat. We have to shoot a video of getting into the sea and returning back. He is the cameraman. And his drone's charge is getting very low. It's 19% already. 16. I don't think so. We can shoot the entire clip in this drone. Temperature here is, I don't know, maybe above Rajasthan's temperature. You know, sun is literally above our heads. English. കാണില്ല. ഈ ഇംഗ്ലീഷൊക്കെ ശരിയാണോ അല്ലേന്ന് എനിക്കറിയില്ല. ആരും എന്നെ കുറ്റം പറയാൻ വരരുത്. ഇതൊക്കെ ഇടാൻ പറ്റുള്ളൂ. വ്ലോഗാകുമ്പോൾ ഞാൻ ഇംഗ്ലീഷ് പറയും, മലയാളം പറയും, ഞാൻ ഈ തമിഴ് തുടങ്ങാൻ പോണേയുള്ളൂ. ഓ മൈ ഗോഡ്, കാക്ക കൊത്തി ഗൈസ്. നമ്മുടെ ഡ്രോണിനെ കാക്ക കൊത്തി. പേടിക്കേണ്ട ഡ്രോണെ ഞങ്ങൾ കൂട്ടുണ്ട്. വൃത്തിയായിട്ട കാക്കേ, നിന്നെ ഞങ്ങൾ ചവിട്ടി പൊല്ലും. സത്യം പറയാം. ഇത് തീർന്നോ? We have one battery left. We have to shoot in that battery. Otherwise, I don't think they will come back early. I think they went to Arabian Sea or somewhere Bengal-Kade. I don't think they will come back early. We have only one battery left and we have to shoot it in that. Yeah, you know, അതെ. തൽക്കാലം ഈ ബോട്ടിനെ ഷൂട്ട് ചെയ്തിട്ട് ഇട്ടാലും മതിയോ? സരസു എനിക്കറിയില്ല. You call her Sarsu? Yeah, Madame Sarsu. it's okay. I'm fine with that also. Today onwards my vlogs are in English or Tamil. I can Kannada also ಗೊತ್ತಿಲ್ಲ.
ഒരു വെയിലത്ത് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഇതാണ് ആ വീഡിയോ. മുനമ്പത്ത് അല്ലെങ്കിൽ മാറി മാറി ഓടി നടന്നെടുക്കണം എന്നൊന്നും ഈ തെണ്ടി പറഞ്ഞില്ല ഗൈസ്. ഞാനാണെങ്കിൽ വിളിച്ച പാട് ഓടി വന്ന് സത്യം വല്ലാണ്ട് കൂടുതലായി പോയി. ബോട്ട് വളക്കുണ്ട്. ബോട്ടൊക്കെ വളച്ചിനി ഇവിടെ വരുമ്പോഴേക്കും ഈ ബാറ്ററിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് നമ്മൾ മുകളിൽ പറത്തണം എന്നില്ല, തന്നെ കയ്യിലിരുന്ന് ഇതിൻ്റെ ബാറ്ററി തീർന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു പ്രത്യേകതയുള്ള ഡ്രോണൊക്കെയുള്ള മനുഷ്യനാണ്. എൻ്റെ വ്ളോഗ് ഇച്ചിരി വലുതായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഞാനിവിടെ വീണ് മരിക്കും. എനിക്കിത് ഈ താഴെ കണ്ട ഈ ഊട്ടയൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് ഡെത്തിൻ്റെ ഫിയർ ഉണ്ട് ഗൈസ്. എന്നിട്ടും ഈ തണ്ടി വിളിച്ചപ്പോൾ ഞാൻ ഇതിൽ കൂടെ നടന്നു പോയാണ്. ആ ബോട്ടുകാരാണെങ്കിൽ തിരിച്ചു വന്ന് എൻ്റെ ഒരു ലക്ഷണം കാണിക്കാനുള്ള അവരവിടെ തന്നെ സ്റ്റക്കായിട്ട് ഷൂട്ടിങ് ഓർ സംതിങ്. Oh my god, I'm really afraid of these depths. എനിക്കാണെങ്കിൽ ചൂട് വരുത്തിട്ട് നല്ല ചൂടായിട്ട് തന്നെ അത്രയും വെയിലുണ്ട്. ചൂട് വരുത്തിട്ട് ഇംഗ്ലീഷാ മലയാളം എന്താണെന്നറിയില്ലേ, ഭാഷയൊക്കെയാണെന്നറിയില്ല. പേടിയുമായിട്ട് വയ്യ കൊണ്ടാരോ. അയ്യോ ഇതിൽ കൂടെ എങ്ങനെ ചാടിപ്പോകും ഗൈസ്. അയ്യോ പിന്നെ എങ്ങനെയെങ്കിലും ആറ്റത്തെത്തൊന്ന് പ്രതീക്ഷിച്ച് നമുക്ക് നടക്കാം. ചെറുതിലെ മുതൽ ഈ മുട്ടിൻ്റെ കൂടെ വരുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. ആരെങ്കിലും അപ്പുറം ഇപ്പുറം അച്ഛനും ഒരു സൈഡിൽ. അങ്ങനെ കാത്തിരുന്ന ബോട്ട് കിട്ടി. ബോട്ട് തിരിച്ചു വന്ന് ഞങ്ങളത് ഷൂട്ടിങ് ചെയ്തു. പക്ഷേ ഈ ബോട്ടാണോ അങ്ങോട്ട് പോയ ബോട്ടൊന്നും മനസ്സിലാവണ്ട. വല്ലേക്ക് എടുക്കണ്ട. ഇതിൽ വല്ല മീൻ കിട്ടുന്നാവും. കാക്ക ചുറ്റിനും പറന്നാലും മീൻ കിട്ടുമെന്നാണ് പറയണത്. കാക്കയാണ് കുടുങ്ങിയേക്കണം, മീനല്ല കുടുങ്ങിയേക്കണത്. 1 മണിക്കൂർ 1.5 മണിക്കൂറായിട്ട് എണീറ്റ് നിൽക്കണേണ്. പക്ഷേ ഈ സ്ഥലത്തിരുന്ന് കഴിഞ്ഞാൽ ഇനി എനിക്ക് എൻ്റെ മുഖഞ്ഞു പോകുന്നത്. ഞാനിപ്പോൾ ഇയാളുടെ ഡ്രോൺ പരുന്തുമായിട്ട് പ്രേമത്തിലാണെന്ന് എനിക്ക് തോന്നണം. പരുന്തിൻ്റെ പുറകെയാണ് പോണത്. പരുന്നുണ്ട് പെട്രോൾ തീർന്നായിരുന്നു. അതുകൊണ്ട് ഒരു ബോട്ടിനെ വലിച്ചു കൊണ്ടുപോകുന്നത് ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇയാളെ വർക്കിന് വിളിച്ചവർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജലഗതാഗതമാണ്, അതിന് തടസ്സങ്ങളില്ല, ട്രാഫിക്കില്ല. ഞങ്ങൾ ജീവൻ പണയം വെച്ചാണ് വന്നത്. യുനോ ഞങ്ങൾക്കിങ്ങനെ ഓടി പറന്നൊന്നും വരാൻ പറ്റൂല, പതിയെ വരും. അപ്പോൾ എടുത്താൽ മതി കേട്ടോ. ഇയാളാണ് ഇനി വർക്ക്, ഇന്ന് മുതൽ വർക്കില്ല. ഓണേഴ്സിനെ തെറി പറയണമെന്ന് വ്ളോഗിൽ. 10 മിനിറ്റിനുള്ളിൽ മാലിന്യങ്കര എത്തണം. ഈ മുനമ്പം ബീച്ചിൻ്റെ ഈ സൈഡിൽ നിന്ന് ആ സൈഡിലോട്ട് തന്നെ 10 മിനിറ്റാണ് ഓട്ടോ വിളിച്ചു പോകാൻ. എങ്ങനെ എത്തുമെന്ന് എനിക്കൊരു പിടിയില്ല. നടന്നിട്ടാണെങ്കിൽ കിടക്കണം. പണ്ടത്തെ പോലെയല്ല, പ്രായമായി. ഓരോ വർഷവും പ്രായമായി വരെയാണ്. ഇയാൾക്കും എനിക്ക് മാത്രമല്ല ഇയാൾക്കും. ഞാൻ തള്ളിച്ചാണെങ്കിൽ ഇയാൾ തന്ത വൈബ്. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് എത്തിയിരിക്കുന്നു ഗൈസ്. അയ്യോ okay, bye bye.